ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ജേർണലിങ് സപ്ലൈസ് ഒക്കെ കാണിച്ച് നമുക്ക് ജേർണലിങ് ചെയ്യാം. അത് പേർപ്പിൾ ജേർണൽ. ഇതാണ് എൻ്റെ മാർക്കറൊക്കെ ഇടുന്ന പൗച്ച്. ഇത് പശ, പിന്നെ ഇത് ബുക്ക്, പിന്നെ കത്രിക, പിന്നെ നമ്മുടെ എന്താണ് വാഷ് ടേപ്സ്, പാറ്റേൺ പേപ്പർ, പിന്നെ നമ്മുടെ നമ്മുടെ ഇത് മറ്റേ ഇത്, പിന്നെ അതെന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡ്സ്, പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. രണ്ടെണ്ണമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരെണ്ണം റാബിറ്റിൻ്റെ. അടുത്ത നെക്സ്റ്റ് നമുക്ക് ജേർണലിങ് ചെയ്യാൻ പോകാം. ഇതെവിടെയെന്നാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ഇഷ്ടമാണ്. ഇത് തണുപ്പിലിരുന്ന് ചെയ്യാം. അപ്പോൾ ഇത് പഴയത്തെ ജേർണൽ, ഇത് ഇന്നലത്തെ ജേർണൽ, ഇത് ഇന്നത്തെ ജേർണൽ, ഇത് ഇന്നത്തെ ജേർണൽ. ഇനി ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ജേർണൽ തന്നെ. അപ്പോൾ നാളെ ഒരു ജേർണൽ വീഡിയോ വരിക. ആദ്യം നമുക്ക് പേർപ്പിൾ ജേർണലിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പശ. നമുക്കിത് ഒട്ടിച്ച് വയ്ക്കാം. ഞാൻ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒട്ടിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം ഇനി ഏത് കളർ ജേർണലിങ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാം. യെസ്, നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വാഷ് ടേപ്സ് ഒട്ടിക്കാം. ഇത് ഞാൻ എടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ വെട്ടിക്കഴിഞ്ഞ് ഇനി കത്രിക വെച്ച് വെട്ടാനാണ് പണി. ഞാൻ വെട്ടിയിട്ട് കാണിച്ചു തരാമേ. ഓക്കെ, ഞാൻ കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഈ പാറ്റേൺ പേപ്പറിൻ്റെ അടുത്ത് തന്നെ ഒട്ടിക്കണം. അതിന് വേണ്ടി നമ്മളുടെ പശ കുട്ടാനാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒട്ടിക്കാൻ പോയി. ക്വിക്ക് പാറ്റേണാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാമ്പ്സ് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാമേ. ഓക്കെ, അടിപൊളി സ്റ്റാമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മാർക്കർ എടുക്കണം ഗൈസ്. എൻ്റെ പൗച്ചിൽ നിന്ന് പർപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് എഴുതാം പർപ്പിൾ ജേർണൽ കൃഷ്ണാഞ്ജലീസ്. അത് ഫുള്ള് എഴുതിയിട്ട് കാണിച്ചു തരാമേ. ഹാർട്ടൊക്കെ വരച്ച് നല്ല കളറൊക്കെ ചെയ്ത് ഇനി നമുക്ക് ഗ്രിഡ് പാറ്റേൺ ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാമേ. ഞാൻ നമ്മുടെ ഗ്രിഡ് പാറ്റേൺ എൻ്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കാണിക്കാം. അപ്പം ഫൈനലി നമ്മുടെ ജേർണലിങ് കഴിഞ്ഞു. ഇതാണ് ഞാൻ അടിക്കട്ടെ ബുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.